ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നവംബർ 24 വിശുദ്ധ ആൻഡ്രൂ ലുങ് ലാക്ക് വിയറ്റ്നാമിൽ നിന്നുള്ള കത്തോലിക്ക പുരോഹിതനായിരുന്നു. 1795 അദ്ദേഹം ജനിച്ചത്. 1839 മരിച്ചു. മാമോദിസ പേരാണ് ആൻഡ്രൂ. മതമർദ്ദന കാലത്ത് വിയറ്റ്നാമിൽ മതമർദ്ദനം ഉണ്ടായി. അക്കാലത്ത് സ്വീകരിച്ച പേരാണ് ഡുങ് ലാക്ക്. പെട്ടെന്ന് ക്രിസ്ത്യാനിയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഈ പേര്. ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി മരിച്ചു എന്നേ നമുക്ക് പറയാനൊക്കൂ. മറ്റു വിശദാംശങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം ഓർക്കാം. യേശു പറഞ്ഞിട്ടുള്ളത് ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ്, പഠിതാവാണ്. മാത്രമല്ല ഗുരുവിന് സാക്ഷ്യം നൽകുന്നവനാണ്. ഗുരു എന്ത് ചെയ്തുവോ അതുപോലെ ഇപ്പം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. ജീവിതകാലം മുഴുവൻ യേശുവിൻ്റെ പഠിതാവായിരിക്കാനുള്ള വിളിയാണ് ശിഷ്യത്വത്തിലേക്കുള്ളത്. കാരണം ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനവും അറിവുമാണ് ഗുരു പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഗുരുവിനുണ്ടായ തിക്താനുഭവങ്ങൾ ശിഷ്യന്മാർക്കുണ്ടാകും. സഹനങ്ങൾ വരുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചെന്ന് കരുതാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈ ക്രിസ്തുവിന് ശിഷ്യന്മാരെ ആളുകൾ ആക്രമിക്കുന്നത്? ക്രിസ്തു വേണ്ടി നിലകൊള്ളുന്നവരെ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം പ്ലേറ്റോ എന്ന് പറഞ്ഞ തത്വജ്ഞാനി നൽകിയിട്ടുണ്ട്. അതായത് നന്മ ചെയ്യുന്ന ആളുകൾ, ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ, അവരെ കാണുമ്പോൾ ഈ തിന്മയുടെ ഏജന്റുമാർക്ക് അസ്വസ്ഥതയുണ്ടാകും, ഒരു അരക്ഷിതാവസ്ഥയുണ്ടാകും. ദേ ബിക്കം അൺസെറ്റിൽഡ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ, അതായത് സാധാരണ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്കും ഇതുപോലെ വിശുദ്ധരായി ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്കും ഇതുപോലെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുമോ? അതെല്ലാം കാണുമ്പോൾ ഈ ദുഷ്ടന്മാരായ ആളുകൾക്ക്, തിന്മയുടെ ഏജന്റുമാർക്ക് ഒരു അസ്വസ്ഥത, ഒരു അരക്ഷിതാവസ്ഥ. ഒന്നുകിൽ അവർ മാനസാന്തരപ്പെടണം. അപ്പോൾ അവർക്ക് പിന്നെ പ്രശ്നമില്ല. മാനസാന്തരപ്പെടാൻ തയ്യാറല്ലെങ്കിൽ അവർ ഈ നന്മയുടെ ആളുകളെ എത്ര നാൾ ഈ അരക്ഷിതാവസ്ഥയിൽ നിൽക്കും, എത്ര നാൾ ഈ അസ്വസ്ഥതയിൽ നിൽക്കും? അപ്പോൾ ഈ നന്മയുടെ ആളുകളെ കൊന്നുകളയും. ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ നന്മയുടെ ആളുകളെ കൊന്നുകളയും. ഇതാണ് പ്ലേറ്റോ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് നന്മ ചെയ്യുന്നവർ പീഡിപ്പിക്കപ്പെടുന്നതിന് ഉത്തരമാണിത്. ക്രിസ്തു തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. ക്രിസ്തു വേണ്ടി നിൽക്കുന്നവർ അങ്ങനെ ആയിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരാളാണ് ഈ പറഞ്ഞ ഈ ആൻഡ്രൂ ലുങ് ലാക്ക് എന്ന് പറയുന്ന ആൻഡ്രൂ ഡുങ് ലാക്ക് എന്ന് പറയുന്ന വിശുദ്ധൻ, വിയറ്റ്നാം എന്നുള്ള വിശുദ്ധൻ. നന്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകൾ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. സുവിശേഷം സാക്ഷ്യം വഹിക്കുന്നതിനുള്ള ഫലപ്രദമായ വഴികളാണത്. വിശുദ്ധരെ പിന്നിട്ട വഴികളാണ്. നമുക്കും പോകാൻ പറ്റിയ വഴികളാണ്. അങ്ങനെ നമുക്കും ചെയ്യാൻ സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.